35 വയസ്സുള്ള ഈ ഒരു IT പ്രൊഫഷണൽ എന്റെ ഒപ്പിയിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാളുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുള്ള പേടിയുണ്ട്. അയാൾ എന്റെ ടേബിളിലേക്ക് അയാളുടെ അതുവരെയുള്ള ബ്ലഡ് റിപ്പോർട്ട്സ് ഒക്കെ വെച്ചു. അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ബ്ലഡ് ക്യാൻസറിന്റെ തുടക്കമാണ്, അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ക്യാൻസർ ഡോക്ടറെ പോയിട്ട് കാണിക്കാം. ഈ രോഗിയുടെ ഒരു ബന്ധു ഞാൻ അറിയുന്നത് കാരണമാണ് എന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ അയാളുടെ ഹീമോഗ്ലോബിൻ ഏകദേശം 20ന്റെ അടുത്തുണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14 എന്ന് വെച്ചാൽ അയാളുടെ രക്തത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഞാൻ അയാളെ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ അയാളുടെ കഴുത്തൊക്കെ നല്ല തടിച്ചിട്ടാണ്, ഹൈറ്റ് കുറച്ച് കുറവാണ്, കണ്ണൊക്കെ ആകെ ഉറക്കച്ചടവുണ്ട്, ചുവന്നിട്ടിരിക്കുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ എപ്പോഴെങ്കിലും നിങ്ങൾ കൂർക്കം വലിക്കുന്നത് ഒരു ശല്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടതും അയാളുടെ മുഖത്തെ ടെൻഷനൊക്കെ മാറി അയാൾ ചിരിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, എന്റെ ഭാര്യ എപ്പോഴും പറയും എന്റെ അടുത്ത് ഉറങ്ങാൻ കിടന്നാല് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന പോലെയാണ്, തീവണ്ടി ഓടുന്ന പോലെയുള്ള ശബ്ദം ഞാൻ കൂർക്കം വലിച്ചിട്ടുണ്ടാക്കുന്നു. പക്ഷെ ഇത് കേട്ടപ്പോഴും ഞാൻ ചിരിച്ചൊന്നുമില്ല. ഞാൻ അയാളോട് ഒന്നും കൂടെ ചോദിച്ചു, ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പകൽ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണ്? അന്നേരം അയാളുടെ മുഖം വീണ്ടും മാറി. അയാൾ പറഞ്ഞു, നല്ല തലവേദന ആയിരിക്കും, തലേന്ന് ഉറങ്ങിയതായിട്ട് ഫീൽ ചെയ്യേയില്ല, ബോഡി ഫുള്ള് ക്ഷീണാണ്, പലപ്പോഴും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനർജി ഡ്രിങ്ക്സ് വരെ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിന് അയാൾ അയച്ചു. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൽ കണ്ടെന്താന്ന് വെച്ചാൽ അയാളുടെ ഉറക്ക സമയത്ത് ഓരോ മണിക്കൂറിലും ഏകദേശം 68 തവണ അയാള് ശ്വാസം സ്റ്റക്ക് ആവുന്നുണ്ട്, ഓക്സിജന്റെ അളവ് കുത്തനെ കുറയുന്നുണ്ട്, കടുത്ത ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അയാൾക്കുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി ഞാൻ കണ്ടു. അയാൾ ഉണർന്നിരിക്കുന്ന സമയത്തും അയാളുടെ ഓക്സിജന്റെ അളവ് നോർമലിൽ നിന്നും കുറവാണ്. അത് കണ്ടതും ഞാൻ അയാളെ വേഗം എക്കോ ടെസ്റ്റിന് അയച്ചു. എക്കോ ടെസ്റ്റിൽ മറ്റൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം കണ്ടു. ഹൃദയത്തിനകത്ത് പ്രഷർ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇതിന് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് കാരണം ഹൃദയത്തിന്റെ വലതുവശം വല്ലാത്തൊരു സ്ട്രെയിനിലാണ്, നീർക്കെട്ട് വന്ന് വീർത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എല്ലാം കൂടെ കണ്ടയോടെ ഞാൻ അയാളോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് കൂർക്കമലിയുടെ പ്രശ്നമുണ്ട്? അയാൾ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്റെ റൂംമേറ്റ് എന്നോട് പറയും, നിന്റെ കൂടെ റൂമിൽ കഴിയുമ്പോൾ ഉറക്കത്തിൽ ഭയങ്കര ശല്യമാണെന്ന്. ഏകദേശം 15 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ വ്യക്തി രാത്രി സമയത്ത് അയാളുടെ ശ്വാസം സ്റ്റക്ക് ആവുന്നുണ്ട്, ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്. ഇത് കാരണം ശരീരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഓക്സിജൻ കൂടുതൽ കിട്ടാനുള്ള ഒരു തത്രപ്പാടില് രക്തത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാളുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ഇത്രയും കൂടി നിൽക്കുന്നത്. ഇതിന് സെക്കൻഡറി പോളിസൈത്തീമിയ എന്ന് പറയും. മറ്റൊരു കാര്യം കൂടെ അതിനുശേഷം അയാൾ പറഞ്ഞു, 3 മാസം മുമ്പ് അയാൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് അയാളൊന്ന് ഉറങ്ങിപ്പോയി. വണ്ടി ആക്സിഡന്റ് ആവുന്നതിന് കഷ്ടിച്ചാണ് അയാളെ രക്ഷപ്പെട്ടത്. ഞാൻ അയാളോട് പറഞ്ഞു, ഇത് വളരെ ഡേഞ്ചർ അവസ്ഥയിലേക്ക് പോവാണ്, നിങ്ങൾ ഉടനെ തന്നെ CPAP ചികിത്സ ചെയ്യണം. ഈ ചികിത്സ തുടങ്ങിയതിനു ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ രക്തത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് എക്കോ ടെസ്റ്റ് എടുത്തപ്പോൾ ഹാർട്ടിന്റെ പ്രഷറും നോർമൽ അവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ, ഉറക്കം ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ, പകൽ സമയത്ത് ക്ഷീണം, ഇരുന്നാൽ ഉറങ്ങിപ്പോവുക, തലവേദന വരിക, ഉന്മേഷക്കുറവുണ്ടെങ്കിൽ, രക്തത്തിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുക. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം.